സീസൺ 5 ചൈന ടൗണും ഒരുമിക്കുന്ന ഈ വേളയിൽ ഒരു മത്സരം തുടങ്ങാൻ സമയമായി. ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് എല്ലാവരും മത്സരം യൂസ് ടു ഇറ്റ് ആണ് അല്ലേ? കോമ്പറ്റീഷൻ വി ആർ യൂസ് ടു ഇറ്റ്. പക്ഷേ ജനമേട റെഡിയാണ്. റെഡി അല്ലേ? ബിനോയിന്റെ ടീമും സക്രിയയുടെ ടീമും മാത്തുക്കുട്ടി ടീമും ഉണ്ട്. പക്ഷെ ജയറാമിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ മാത്തുക്കുട്ടി ടീം കണ്ടിട്ട്. മാത്തുക്കുട്ടി ടീമിന് മാത്രം യൂണിഫോം ഉണ്ട് സൈഡില്, ഞങ്ങൾക്കതില്ല. അതിന്റെ ആവശ്യം സ്കൂൾ യൂണിഫോം പോലെയാണ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ടീസ് ചെയ്യണം. മാത്തുക്കുട്ടി ഒറ്റയ്ക്കാ, പക്ഷെ സക്രിയയുടെ കൂടെ സീവിയും അതുപോലെ തന്നെ ബിനോയിന്റെ കൂടെ റോസമ്മയും. ഇത് തെറ്റിപ്പോയില്ലേ? റോസമ്മ ഇവിടെ അല്ലേ വേണ്ടേ? ഒറ്റയ്ക്ക് എല്ലാം നിങ്ങൾക്ക് സീവി പാടി രക്ഷപ്പെടുത്തി ഞങ്ങള്. അത് വെറുതെ അല്ലേ? ഓക്കെ, അപ്പം റൂൾസ് പറയാം. വെരി സിമ്പിൾ സംഗീതമാണ് എല്ലാം ഇവിടെ നടക്കാൻ പോകുന്നത്. വെരി സിമ്പിൾ. ആദ്യത്തെ റൗണ്ട് ഇതാണ്. ഓൾറെഡി ജയറാമേട്ടൻ നിങ്ങളുടെ ടീം ലീഡർ, ലാലേട്ടൻ നിങ്ങളുടെ ടീം ലീഡർ, ദിലീപേട്ടൻ നിങ്ങളുടെ ടീം ലീഡർ. ദിലീപേട്ടന്റെ പാട്ടൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? ലാലേട്ടൻ നിങ്ങൾക്കും ജയറാമേട്ടൻ നിങ്ങൾക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീം ലീഡറിന്റെ പാട്ട് പാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറ്റു ടീം ലീഡേഴ്സിന്റെ സിനിമയിലെ പാട്ട് പാടണം. ഏത് പാട്ടാണ്? ഞാൻ മാത്തുക്കുട്ടി ടീമിനോട് ചോദിക്കണം, ഏത് പാട്ടാണ് നമ്മൾ പാടേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഓ അത് മതി. ലാലേട്ടന്റെ ഏത് പാട്ടാണ് അവര് പാടേണ്ടത് പറഞ്ഞു കൊടുക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ശ്രീകുട്ടൻ പാടിയ പാട്ടാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ്. നിലാവിന്റെ നീലഭസ്മക്കുറിയാണ് ഞാൻ. ഓക്കെ ആണോ? വെയിറ്റ് കളയരുത്. 1 2 3 4. നിലാവിന്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏകപൂർവതപൽ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. Good job. അപ്പൊ ലാലേട്ടന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു പാട്ട് നിങ്ങൾ പാടി. ജയറാമേട്ടന്റെ ഒരു പാട്ടാണ്, പക്ഷെ ജയറാമേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കുക ഏത് പാട്ട് വേണം ഒരു പാടാൻ. നമുക്ക് പണി കൊടുക്കാന്നേ. പക്ഷെ അത് ദിലീപ് തുടങ്ങണം. ഓക്കെ, അത് നടക്കില്ല. അല്ല, അത് പറയാൻ പറ്റില്ല. ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പലരും പാടിയിട്ടില്ല. എനിക്ക് എന്റെ മനസ്സിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പിന്നെയും പിന്നെയും. ബിനോയിന്റെ മുഖം നോക്കി. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ കളികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊന്നേണുവോതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. അല്ല, പക്ഷെ ഇതൊരു ചീറ്റിംഗ് ആയിരുന്നു. ഇതൊന്നൊരു ചോദ്യമായിരുന്നു. ഈ സക്രിയ ടീം ഇത്തിരി അത് അങ്ങനെയാണ്. സക്രിയയാണ് ബിനോയിനെ എപ്പോഴും സേവ് ചെയ്യുന്നത്. അതായത് അത്രേ ഉള്ളൂ ഇതിനകത്ത്. ജയറാമേട്ടന്റെ വേറെ പാട്ട് പ്ലീസ് പ്ലീസ്. ശരി, ഓക്കെ. അടുത്ത പാട്ട് ഞാനും മോനും കൂടി അഭിനയിച്ച് കാവ്യ ഉണ്ടായിരുന്നു, ചെല്ലക്കാറ്റ് എന്നുള്ള പാട്ട്. അന്ന് നിങ്ങൾ എന്റെ മാനങ്ങളെയോ സ്കെയിൽ നോക്കൂ. സ്കെയിൽ എടുക്കൂ. നിങ്ങൾക്ക് സ്കെയിൽ ഒന്ന് കേറ്റിക്കോട്ടെ. നീ മിണ്ടരുത്. സ്കെയിൽ ശരിയല്ലേ? സമയം തരണം. സ്കെയിലും പെൻസിലും റബ്ബർ കട്ട തന്നാ പോലും നിങ്ങൾ പാടില്ല. നിങ്ങൾ പോടോ. ചക്കരവാക്കിലെങ്ങുണ്ട് മായക്കാറ്റ് നില്ല് നില്ല്, ചിത്തിര കയ്യിലെങ്ങുണ്ട്, അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ കുഞ്ഞിക്കുയിൽ പെണ്ണ് കൊഞ്ചും കുറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ പിളിയോ. നിങ്ങൾ പാടുന്ന വേർഡ്സ് കറക്റ്റില്ല, ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ചക്കരവാക്കിലെങ്ങുണ്ട് മായക്കാറ്റ് നില്ല് നില്ല്, ചിത്തിര
കയ്യിലെന്തുണ്ട്? സത്യം പറയട്ടെ, സക്രിയ ടീമാണ് ഇപ്പൊ അല്ല, ശക്തിയേറി ഇത് നിൽക്കുന്നത്. ഇത് മൊത്തം തട്ടിപ്പായിരുന്നു. തട്ടിപ്പ്. വാക്കും വേർഡ്സ് പിച്ച് എല്ലാം പിള്ളാരല്ലേ ആ. വിട്ടേക്ക്. ഇല്ല, ഒപ്പിച്ചു. പിള്ളാരല്ലേ കുഴപ്പമില്ല, പാവം. ഓക്കേ, ഓക്കേ. ഇനി നമുക്ക് ഒന്ന് ആവേശം കയറണ്ടേ? നമുക്ക് ഈ ടീമിലേക്ക് ഒരു പാട്ട്. ഇല്ല, ഇവര് തീരുമാനിക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ പിന്നെ വളരെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ ഹരിമുരളീരവം എന്നുള്ള പാട്ട്. അത് ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. അത് മലയാള സിനിമയിലുണ്ടായിരിക്കുന്ന പാട്ടുകളിൽ ഏറ്റവും എണ്ണപ്പെട്ട ഒരു പാട്ടാണ്. അതൊരു സ്ത്രീ പാടുന്നത് എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അറിഞ്ഞു നിങ്ങളത് നന്നായിട്ട് പാടുന്നത്. 2 ലൈൻ അതെ, അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം തരാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വന്ന് പാടി ഹരിമുരളീരവം കൽപ്പനയാണ്. അപ്പൊ കൽപ്പന തന്നെ ലാലേട്ടിന് വേണ്ടിയ പാട്ട്. ഗോ ഫോർ ഇറ്റ് ഗേൾ. മധുമൊഴിയിലാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണസിന്ദൂരമായി പൊഴിയും മൗനം പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈരണഞ്ഞ കരാഞ്ജലിയായി പാതുകമുദ്രകൾ തേടി നടപ്പു ഗോപവലോചന വല്ലഭനിൻ സരിഗരിഗമ സരിഗരിഗമ ഗമ പദ പദ പദൻ പദ പദനി സനി സനി മഗരി സനി സരിഗ സം മഗരി സനി സരിഗ സം മഗരി സനി സരിഗ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനം ഹരിമുരളീരവം. താങ്ക് യു സോ മച്ച് കൽപ്പന. ബിനോയ് ടീം ചോദ്യം റെഡിയാണോ? ഞാനൊക്കെ ചോദിച്ചോന്നെ. ഞങ്ങൾക്കില്ലേ എവിടെ? ആ ബോഡി ഗാർഡില്ലേ, ആ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ബോഡി ഗാർഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ലാലേട്ടന്റെ ടീമിനോടാണ് ചോദ്യം. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കര കൂക്കുവാതേ, കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കര കൂക്കുവാതേ, പഞ്ചാര പൊന്ന് പഞ്ചാരേ കൊക്കര കൂക്കുവാതേ, പണപ്പെട്ടിക്ക് തീപ്പൊരി കാവൽ പണപ്പെട്ടിക്ക് തീപ്പൊരിക്കാവൽ വാരാട്ടി വാരാട്ടി നിൽക്കും നോട്ടക്കാരൻ. ലിറിക്ക് തെറ്റാണത്. ശരിക്കുള്ള ലിറിക്സ് എന്താ ദിലീപേട്ടാ? അത് അറിയാമെങ്കിൽ ഞാൻ പാടില്ല. ഇല്ല കുഴപ്പമില്ല, അത് നന്നായി പോയി. ഞാൻ ക്വാളിഫൈ ചെയ്യുന്നു. ഇനി നമുക്കത് റിവേഴ്സിൽ പോയാലോ? ഇങ്ങനെ പോവാം. ലാലേട്ടന്റെ ടീം ദിലീപേട്ടന്റെ ടീമിനോട് ഒരു ലാലേട്ടന്റെ പാട്ട് പഠിക്കൂ. ലാലേട്ടൻ ഇനി വല്ല ഫേവറേറ്റ് ഉണ്ടോ ലാലേട്ടന് കേൾക്കാൻ ആഗ്രഹമുള്ള? നമുക്ക് പാരം കൊടുക്കാം, നോ പ്രോബ്ലം. അറിയാത്ത പാട്ട് കൊടുക്കും. പ്രമദവനം എന്നുള്ള പാട്ട് ദിലീപേട്ടൻ തന്നെ പാടും. ദിലീപേട്ടൻ തുടക്കം. വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. താങ്ക് യു. ആ ലാസ്റ്റ് സംഗതി ഒന്നുകൂടെ. ഏതാ ആ last. ചൂടി? അതാണോ? അതിന് മുമ്പത്തെ അതെ, ഒരുപാട് കാര്യങ്ങൾ തീർക്കാനില്ലേ? വേണ്ട, അടുത്തിടൂ. ഒന്നുമില്ല അതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പാടും. ഒന്ന് എടുത്തോ.
തെളിദീപം കളിനിഴലിൽ കൈക്കൊമ്പിൽ നിറയുമ്പോൾ ഞാൻ ആളെ വെച്ചേക്ക. അല്ല വേറൊന്നുമല്ല, നീ മിണ്ടരുത്. ജയറാമേട്ടന് കറക്റ്റ് ആയിട്ട് പുറകിരുന്ന ഒരു കുട്ടി പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നീ അവിടെ ഇരുന്നോ കേട്ടോ, ഇതുപോലെ പറഞ്ഞല്ല. നിങ്ങൾ അവിടെ നടക്കുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഈ കുട്ടി എന്നോട് പറഞ്ഞു തന്നു. ഓക്കെ, ബിനോയ് ടീം ഇനി സക്രിയ ടീമിനോടാണ് ചോദിക്കേണ്ടത്. ഈ പുഴയും കിടന്ന് ചിത്രത്തിലെ പാതിര പുള്ളുണർ. പുള്ളുണർന്നു പഴമുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു പാതിര പുള്ളുണർന്നു പഴമുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം പിണക്കമില്ലേ പാതിര പുള്ളുണർന്നു പഴമുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. താങ്ക് യു സോ മച്ച്, സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് ജയറാമേട്ടൻ്റെ ഒരു പാട്ട് ലാലേട്ടൻ്റെ ടീമിനോട്. മലയാളമുണ്ട്. ഓക്കെ ഓക്കെ, പണി അങ്ങനെ കൊടുക്കാം. ഒരു തമിഴ് പാട്ട് പാടാൻ പറ്റുമോ? തമിഴ് ഓക്കെയാ? ഓക്കെ. അപ്പോ കമലഹാസനും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള പഞ്ചതന്ത്രം എന്നുള്ള സിനിമ